ടിപ്സിലേക്ക് സ്വാഗതം. ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. കഴിഞ്ഞ ദിവസം നടന്ന എക്സാമിൻ്റെ പ്രൊഫഷണൽ ആൻസർ കീ നോക്കാം. ജൂനിയർ ടൈം കീപ്പർ സെയിൽസ് അസിസ്റ്റൻ്റ് എക്സാമിലേക്ക് നടന്ന പ്രൊഫഷണൽ ആൻസർ കീ ആണ്. ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, തിരുവിതാംകൂറിലെ ഊരൂട്ടമ്പലം പ്രതിഷേധം നയിച്ചത്. തിരുവിതാംകൂറിലെ ഊരൂട്ടമ്പലം പ്രതിഷേധം നയിച്ചത്. ആൻസർ മഹാത്മാ അയ്യങ്കാളി. മഹാത്മാ അയ്യങ്കാളി ആണ് തിരുവിതാംകൂറിലെ ഊരൂട്ടമ്പലം പ്രതിഷേധം നയിച്ചത്. മഹാത്മാ അയ്യങ്കാളിയാണ് തിരുവിതാംകൂറിലെ ഊരൂട്ടമ്പലം പ്രതിഷേധം നയിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 2, കേരളത്തിലെ ഇമ്മാനുവൽ കോട്ടയും സെൻറ് തോമസ് കോട്ടയും പണി കഴിപ്പിച്ചത് ആരാണ്? കേരളത്തിലെ ഇമ്മാനുവൽ കോട്ടയും സെൻറ് തോമസ് കോട്ടയും പണി കഴിപ്പിച്ചത് ആരാണ്? ആൻസർ പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാരാണ് കേരളത്തിലെ ഇമ്മാനുവൽ കോട്ടയും സെൻറ് തോമസ് കോട്ടയും പണി കഴിപ്പിച്ചത്. ഡാഷിൻ്റെ കാലത്ത് ദേശീയ ഐക്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രതീകമായിരുന്നു മരിയാനെ. ആൻസർ ഫ്രഞ്ച് വിപ്ലവം. ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ദേശീയ ഐക്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രതീകമായിരുന്നു മരിയാനെ. ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ദേശീയ ഐക്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രതീകമായിരുന്നു മരിയാനെ എന്ന് പറയുന്നത്. 1936 ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി ആരംഭിച്ചത്. 1936 ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി ആരംഭിച്ചത് എം.എൻ. ഡോയ്. ഒരു മിനിറ്റ്, ഡോക്ടർ ബി.ആർ. അംബേദ്കർ. 1936 ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി ആരംഭിച്ചത് ഡോക്ടർ ബി.ആർ. അംബേദ്കർ. 1936 ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി ആരംഭിച്ചത് ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി ആരംഭിച്ചത് ഡോക്ടർ ബി.ആർ. അംബേദ്കർ. അടുത്തത് പ്രസ്താവന എ. ജാതി അനീതിയെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് 1873 മഹാത്മാ ജ്യോതിബാ ഫൂലെ ഗുലാംഗിരി എന്ന കൃതി എഴുതി. കാരണം ആർ. ഈ പുസ്തകം സംസ്കൃത ഗ്രന്ഥങ്ങളെ ചോദ്യം ചെയ്യുകയും മഹാബലി, മഹിഷ തുടങ്ങിയ ആര്യന്മാരല്ലാത്ത യോദ്ധാക്കളെ വീരന്മാരായി അവതരിപ്പിക്കുകയും ചെയ്തു. ഇതിൽ ഓപ്ഷൻ എയും ബിയും സിയും ഡിയും ഉണ്ട്. എയും ആറും എന്താണെന്ന് നോക്കണം. ആൻസർ അതിൻ്റെ ഓപ്ഷൻ എ ആണ്. എയും ആറും ശരിയാണ്. ആർ എയുടെ ശരിയായ വിശദീകരണമാണ്. ആർ എന്ന് പറയുമ്പോൾ ഈ പുസ്തകം സംസ്കൃത ഗ്രന്ഥങ്ങളെ, ഏത് പുസ്തകം? ജ്യോതിബാ ഫൂലെയുടെ ഗുലാംഗിരി എന്ന കൃതി. മഹാത്മാ ജ്യോതിബാ ഫൂലെയുടെ പ്രസിദ്ധമായ കൃതിയാണ് ഗുലാംഗിരി. ആ ഗുലാംഗിരി എന്ന പുസ്തകം സംസ്കൃത ഗ്രന്ഥങ്ങളെ ചോദ്യം ചെയ്യുകയും മഹാബലി, മഹിഷ തുടങ്ങിയ ആര്യന്മാരല്ലാത്ത യോദ്ധാക്കളെ വീരന്മാരെ അവതരിപ്പിക്കുകയും ചെയ്തു. നമ്മൾക്കറിയാം മഹാത്മാ ജ്യോതിബാ ഫൂലെയുടെ കൃതിയാണെന്ത്? ഗുലാംഗിരി എന്ന്, അല്ലേ? ഇനി ആ പുസ്തകത്തിൽ എന്താണ് പറയുന്നത്? മഹാബലി, മഹിഷ തുടങ്ങിയ ആര്യന്മാരല്ലാത്ത യോദ്ധാക്കളെ വീരന്മാരെ അവതരിപ്പിച്ച കൃതിയാണെന്ത്? ഈ ഗുലാംഗിരി എന്ന് പറയുന്ന ജ്യോതിബാ ഫൂലെയുടെ കൃതി. ജ്യോതിബാ ഫൂലെയുടെ കൃതി ഏതാണ്? ഗുലാംഗിരി. അടുത്തത്, താഴെ പറയുന്നവരിൽ ആരാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ? പ്രശസ്തനായ ഒരു കലാകാരനും സിനിമാ പിന്നണി ഗായകനും കൂടിയാണ് അത്. ആൻസർ ഓപ്ഷൻ സി, പുഷ്പവതി പൊയ്പ്പാടത്ത് എന്നാണ് പറയുന്നത്. കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ. ശ്രദ്ധിക്കാം, ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ പുഷ്പവതി പൊയ്പ്പാടത്ത്. കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സണാണ് പുഷ്പവതി പൊയ്പ്പാടത്ത്. അടുത്തത്
മൊഹറോവിസിക് തുടർച്ചയില്ലായ്മയെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? മൊഹറോവിസിക്. ഒന്നാമത്തേത്, ഭൂകമ്പ തരംഗങ്ങളുടെ പ്രവണത താഴത്തെ പുറന്തോടിൻ്റെയും മുകളിലെ മാൻറ്റിലിൻ്റെയും അതിരുകൾക്കിടയിലുള്ള തുടർച്ചയില്ലായ്മ സൂചിപ്പിക്കുന്നു. 2, ഭൂകമ്പ തരംഗങ്ങളുടെ പ്രവണത താഴത്തെ മാൻറ്റിലിനും പുറം കാമ്പിനും ഇടയിലുള്ള തുടർച്ചയില്ലായ്മ സൂചിപ്പിക്കുന്നു. അടുത്തത്, 1999 എ മൊഹറോവിസിക് ആണ് ഈ തുടർച്ചയില്ലായ്മ കണ്ടെത്തിയത്. ഇനി ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ എ. 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവനകൾ. ഒന്നുകൂടി നോക്കാം. ഭൂകമ്പ തരംഗങ്ങളുടെ പ്രവണത താഴത്തെ പുറന്തോടിനും മുകളിലത്തെ മാൻറ്റിലിൻ്റെയും അതിരുകൾക്കിടയിലുള്ള തുടർച്ചയില്ലായ്മയെ സൂചിപ്പിക്കുന്നു. അതൊരെണ്ണം. 1999 എ മൊഹറോവിസിക് ആണ് ഈ തുടർച്ചയില്ലായ്മ കണ്ടെത്തിയത്. ഒന്നുകൂടി. ഒന്നാമത്തേത്, ഭൂകമ്പ തരംഗങ്ങളുടെ പ്രവണത താഴത്തെ പുറന്തോടിൻ്റെയും മുകളിലത്തെ മാൻറ്റിലിൻ്റെയും അതിരുകൾക്കിടയിലുള്ള തുടർച്ചയില്ലായ്മയെ സൂചിപ്പിക്കുന്നു. മൊഹറോവിസ് നിയമമൊക്കെ സമയത്തുള്ളതാണ്. നെക്സ്റ്റ് വൺ, യൂട്രോഫിക്കേഷനിലേക്ക് നയിക്കുന്ന താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരിയല്ലാത്തത്? ആൻസർ ഓപ്ഷൻ സി. 1ഉം 3ഉമാണ് ശരിയല്ലാത്ത പ്രസ്താവനകൾ. നദിയിലെ വിഷരാസവസ്തുക്കളുടെ സാന്ദ്രതയിൽ വർധനവെന്നും സൾഫ്യൂരിക് ആസിഡിൻ്റെ ഉയർന്ന സാന്ദ്രതയാൽ മലിനമായ വെള്ളവുമാണ് എന്നതാണ്. അതുകൊണ്ടാണ് ശരിയല്ലാത്ത പ്രസ്താവനകൾ. യൂട്രോഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നദിയിലെ ജൈവ അജൈവ പോഷകങ്ങളുടെ സാന്ദ്രതയിലെ വർധനവ് ഉണ്ടാകുന്നു. നദിയിൽ പോഷകങ്ങൾ കൂടുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവിടെ എന്താണത്, അത് വറ്റി വരണ്ടങ്ങ് പോകും. പോഷകങ്ങൾ കൂടുമ്പോൾ, കാരണം അവിടെ അതിൽ ഉള്ള ജീവികൾക്ക് പോഷകങ്ങൾ കൂടുമ്പോൾ അതിലുള്ള ജീവികൾക്ക് ഓക്സിജൻ, മീനിനും മറ്റ് ജന്തുക്കൾക്ക് ഓക്സിജൻ കിട്ടാതെ വരികയും അങ്ങനെ ആ വെള്ളത്തിൽ ഓക്സിജൻ ലഭ്യത കുറയുന്നു. വെള്ളത്തിൽ ഓക്സിജൻ ലഭ്യത കുറഞ്ഞു വരും. അങ്ങനെ വരുമ്പോൾ ജീവികൾ അവിടെ ഇല്ലാണ്ട് വരും. അങ്ങനെ അത് വറ്റി വരണ്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെയാണത് നദിയിലെ ജൈവ അജൈവ പോഷകങ്ങളുടെ സാന്ദ്രതയിലെ വർധനവാണ് യൂട്രോഫിക്കേഷനിലേക്ക് നയിക്കുക. താഴെ കൊടുത്തിരിക്കുന്ന ലിസ്റ്റ് എ താപവൈദ്യുതി നിലയങ്ങൾ ലിസ്റ്റ് ബി സംസ്ഥാനമായി പൊരുത്തപ്പെടുത്തുക. 9 ആൻസർ ഓപ്ഷൻ ബി ആണ് അല്ലേ. ചന്ദ്രപൂർ മഹാരാഷ്ട്രയിലാണ് താപവൈദ്യുതി നിലയം. സംസ്ഥാനം മഹാരാഷ്ട്ര. ചന്ദ്രപൂർ മഹാരാഷ്ട്ര. ബനാസ് എന്ന് പറയുന്നത് ഗുജറാത്താണ്. പിന്നെ രാമഗുണ്ടം തെലുങ്കാനയാണ്. പിന്നെ ദുർഗാപൂർ പശ്ചിമ ബംഗാൾ അല്ലേ. ചന്ദ്രപൂർ മഹാരാഷ്ട്ര, ബനാസ് ഗുജറാത്ത്, രാമഗുണ്ടം തെലുങ്കാന, ദുർഗാപൂർ പശ്ചിമ ബംഗാൾ. അടുത്ത ക്വസ്റ്റ്യൻ, കുമയൂൺ ഹിമാലയത്തിൻ്റെ സ്ഥാനം കൃത്യമായി വിവരിക്കുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി. രണ്ടാമത്തെ മാത്രമാണ് കൃത്യമായത്. സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലുള്ളതാണ് കുമയൂൺ ഹിമാലയം. സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലുള്ളതാണ് കുമയൂൺ ഹിമാലയം. സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലുള്ളതാണ് കുമയൂൺ ഹിമാലയം. തൃശ്ശൂരിലെ മണ്ണൂത്തിയിലുള്ള കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഏത് വിള ഗവേഷണമാണ് നടത്തുന്നത്? തൃശ്ശൂരിലെ മണ്ണൂത്തിയിലുള്ള കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഏത് വിള ഗവേഷണമാണ് നടത്തുന്നത്? ആൻസർ അരി. അടുത്തത്, 2025 ജനുവരി 28 മുതൽ ഫെബ്രുവരി 14 വരെ നടന്ന 38ാമത് ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച സംസ്ഥാനം ഏതാണ്? ആൻസർ ഉത്തരാഖണ്ഡ്. ശ്രീമതി ബാർബറ വൂട്ടൻ്റെ അഭിപ്രായത്തിൽ ചില പൊതു അധികാരികൾ സാമ്പത്തിക മുൻഗണനകൾ ബോധപൂർവം തിരഞ്ഞെടുക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതിനാണ് ബാധകമാകുന്നത്? സാമ്പത്തിക ആസൂത്രണം. 1991
പുതിയ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാന സവിശേഷതകൾ ഏതൊക്കെയാണ്? ആൻസർ: ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവയാണ് 1999 പുതിയ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാന സവിശേഷതകൾ. അടുത്തത്, കാർഷിക വിളകളുടെ MSP നിശ്ചയിക്കുന്നതിനുള്ള C2+50% ഫോർമുല നിർദ്ദേശിച്ചുകൊണ്ട് ഉൽപാദനച്ചെലവ് C2 അടിസ്ഥാനമുള്ളതാക്കി ഇരിക്കണമെന്ന് ആരാണ് നിർദ്ദേശിച്ചത്? ആൻസർ: സ്വാമിനാഥൻ കമ്മീഷൻ. കാർഷിക വിളകളുടെ MSP നിശ്ചയിക്കുന്നതിനുള്ള C2+50% ഫോർമുല നിർദ്ദേശിച്ചുകൊണ്ട് ഉൽപാദനച്ചെലവ് C2 അടിസ്ഥാനമാക്കി ഉള്ളതായിരിക്കണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റി ആണ് സ്വാമിനാഥൻ കമ്മീഷൻ. കാർഷിക വിളകളുടെ കമ്മീഷൻ, MSP, സ്വാമിനാഥൻ കമ്മീഷൻ. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ വിജയത്തിലേക്ക് നയിച്ചത്? ആൻസർ ഓപ്ഷൻ സി: തീവ്ര കാർഷിക ജില്ലാ പരിപാടി, തീവ്ര കാർഷിക മേഖലാ പരിപാടി, ഉയർന്ന വിളവ് നൽകുന്ന വൈവിധ്യ പരിപാടി. ഇതാണ് ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ വിജയത്തിലേക്ക് നയിച്ചത്. ഒന്നുകൂടി: തീവ്ര കാർഷിക ജില്ലാ പരിപാടി, തീവ്ര കാർഷിക മേഖലാ പരിപാടി, ഉയർന്ന വിളവ് നൽകുന്ന വൈവിധ്യ പരിപാടി. ഇത് മൂന്നും കൂടിയാണ് ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ വിജയത്തിലേക്ക് നയിച്ചത്. താഴെ പറയുന്നവയിൽ ഏതാണ് നേരിട്ടുള്ള നികുതി? ആൻസർ: കോർപ്പറേറ്റ് നികുതിയാണ് നേരിട്ടുള്ള നികുതി. ഇന്ത്യയിലെ നിലവിലുള്ള GST നിരക്ക് ഏതാണ്? GST നിരക്ക് ഘടന ഏതാണ്? ആൻസർ ഓപ്ഷൻ എ: 0%, 0%, 5%, 12, 80, 28%. 1919 ഇന്ത്യ ഗവൺമെൻറ് ആക്ട് പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായത്? മുകളിൽ പറഞ്ഞവ എല്ലാം. കേന്ദ്രത്തിലെ ദ്വിസഭ സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയിട്ടുണ്ട്. ഇതെല്ലാം 1919 ഇന്ത്യ ഗവൺമെൻറ് ആക്ട് പ്രകാരം നൽകുന്നതിൽ ശരിയായതാണ്. അടുത്തത്, 1976 42ാം ഭരണഘടനാ ഭേദഗതി ആക്ടിൻ്റെ ആഭിമുഖ്യത്തിൽ ചേർത്ത വാക്കുകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി: 2, 3, 4. സോഷ്യലിസ്റ്റ്, ഐക്യവും സമഗ്രതയും മതേതരത്വം. സോഷ്യലിസ്റ്റ്, ഐക്യവും സമഗ്രതയും മതേതരത്വം എന്നിവയാണ് 1976 42ാം ഭരണഘടനാ ഭേദഗതി ആക്ടിൻ്റെ ആമുഖത്തിൽ ചേർത്ത വാക്കുകൾ. സോഷ്യലിസ്റ്റ്, ഐക്യവും സമഗ്രതയും മതേതരത്വം എന്നീ വാക്കുകൾ. ഗവർണർക്ക് താഴെ പറയുന്ന പ്രവർത്തനങ്ങൾ ഉണ്ട്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞ എല്ലാ പ്രവർത്തനങ്ങളും ഗവർണറുടെയാണ്. ഗവർണർ ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കുക, സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ശുപാർശ ചെയ്യുക, സംസ്ഥാന നിയമസഭ പാസാക്കിയ ബിൽ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി മാറ്റിവെക്കുക, ഒരു മന്ത്രി തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിലും മന്ത്രിസഭ അത് പരിഗണിച്ചിട്ടില്ലെങ്കിൽ ഗവർണർക്ക് മുഖ്യമന്ത്രിയോടത് കൗൺസിലിന് സമർപ്പിക്കാൻ ആവശ്യപ്പെടാം. ഇതെല്ലാം ഗവർണറുടെ പ്രവർത്തനങ്ങൾ. അടുത്തത്, സംസ്ഥാനത്തിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ എന്നതിനെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ സി 3, 4 ആണ്. ഹൈക്കോടതി ജഡ്ജിയാകാൻ യോഗ്യതയുള്ള ആൾ അഡ്വക്കേറ്റ് ജനറൽ. ഗവർണറുടെ ഇഷ്ടമുള്ളിടത്തോളം കാലം അഡ്വക്കേറ്റ് ജനറൽ പദവി വഹിക്കാൻ പറ്റും. അടുത്തത്, ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 330, 332 പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി 1, 2. ലോക്സഭയിൽ പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള രാഷ്ട്രീയ സംവരണം ആണ് 330, 332.
വിധാൻ സഭയിൽ പട്ടികവർഗക്കാർക്കുള്ള രാഷ്ട്രീയ സംവരണം, അതും 330, 332 ലോക്സഭയിലും വിധാൻ സഭയിലും. അടുത്തത് മൂന്നാം കക്ഷി വ്യവഹാര ഫണ്ടിനെ കുറിച്ചുള്ള TPLF കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരിയെന്ന് നോക്കുക. ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ശരിയാണ്. പൊതു താൽപര്യ വ്യവഹാരങ്ങൾക്ക് TPLF സഹായകമാകുന്നു. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ വി AK ബാലാജി എന്ന വിധിന്യായത്തിൽ സുപ്രീം കോടതി TPLF പച്ചക്കൊടി കാണിച്ചു. ആൻസർ ഇവിടെ ഓപ്ഷൻ എ ആണ്. അടുത്തത് ആർട്ടിക്കിൾ 32 പരാമർശിച്ചിരിക്കുന്ന കാരണങ്ങളല്ലാതെ സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകാൻ പാർലമെന്റിനെ അനുവദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ്? ആൻസർ ഓപ്ഷൻ എ ആർട്ടിക്കിൾ 139. താഴെ പറയുന്നവയിൽ ഏതാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ സാങ്കേതിക വിഭാഗം അല്ലാത്തത്? ആൻസർ ഓപ്ഷൻ സി 2ഉം 4ഉം. സംയോജിത ധനകാര്യ വിഭാഗവും പൊതു ധനകാര്യ നയ വിശകലന വിഭാഗം. സംയോജിത ധനകാര്യ വിഭാഗം, പൊതു ധനകാര്യ നയ വിശകലന വിഭാഗവും എന്താണ്? കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ സാങ്കേതിക വിഭാഗം അല്ല. ഓക്കെ, നെക്സ്റ്റ് വൺ. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ തിരിച്ചറിയുക. തെറ്റായ പ്രസ്താവനകൾ. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം 3ഉം തെറ്റായ പ്രസ്താവനകൾ ആകുന്നു. അടുത്തത് താഴെ പറയുന്നവയിൽ ഏതാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ലയെ പ്രഖ്യാപിച്ചത്? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ലയെ പ്രഖ്യാപിച്ചത് ഏതാണ്? ആൻസർ എറണാകുളം ജില്ല. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല എറണാകുളം ജില്ല. നെക്സ്റ്റ് വൺ. ഇന്ത്യയിൽ ദേശീയമായി പ്രഖ്യാപിച്ച ദുരന്തമല്ലാത്തത് ഏതാണ്? ഉഷ്ണതരംഗം, സൂര്യാഘാതം. ഉഷ്ണതരംഗം അല്ലെങ്കിൽ സൂര്യാഘാതമാണ് ദേശീയമായി പ്രഖ്യാപിച്ച ദുരന്തം അല്ലാത്ത സാധനം. ആയുഷ്മാൻ വയ വന്ദന കാർഡുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഇവിടെ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 70 വയസ്സോ അതിൽ കൂടുതലോ ഉള്ളതാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ് തെറ്റായ പ്രസ്താവന. അപ്പോൾ ആയുഷ്മാൻ വയ വന്ദന കാർഡ് നോക്കാം എന്താണെന്ന്. ഈ പദ്ധതി PMJAY കീഴിൽ വരുന്നു. PMJAY കീഴിൽ വരുന്നു. 5 ലക്ഷം രൂപ വരെ സൗജന്യ ആരോഗ്യ പരിരക്ഷ കൊടുക്കുന്നു. ഒരേ വീട്ടിലെ എല്ലാ പ്രായമായ വ്യക്തികൾക്കും പരിരക്ഷ കിട്ടും. ആയുഷ്മാൻ വയ വന്ദന കാർഡ് PM ഇതാണ് ആൻസർ. അതിൻ്റെ എന്തൊക്കെ ശരി പ്രസ്താവന നമുക്ക് നോക്കാം. പുതിയ പദ്ധതികളാണ്. അപ്പോഴും 5 ലക്ഷം രൂപ വരെ സൗജന്യ ആരോഗ്യ പരിരക്ഷ, ഒരേ വീട്ടിലെ എല്ലാ പ്രായമായ വ്യക്തികൾക്കും പരിരക്ഷ കിട്ടുന്നു. ഓക്കെ, ആയുഷ്മാൻ. കേരള സർക്കാർ നടപ്പിലാക്കിയ കേരള സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടങ്ങൾ ഏത് വർഷമാണ് നടപ്പിലാക്കിയത്? 1960 പെരുമാറ്റച്ചട്ടങ്ങൾ നടപ്പിലാക്കിയത്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് ഗ്രാമവികസന കമ്മീഷണറേറ്റിൻ്റെ കീഴിൽ വരാത്തത്? ആൻസർ ഓപ്ഷൻ എ ആണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് വരാത്തത്. 2024 ദേശീയ ഐക്യദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരംഭിച്ച പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്താണ്? മേരാ യുവ ഭാരത് പ്ലാറ്റ്ഫോം. മേരാ യുവ ഭാരത് പ്ലാറ്റ്ഫോം. താഴെ പറയുന്നവ പൊരുത്തപ്പെടുത്തുക. ആൻസർ ഓപ്ഷൻ എ ആണ്. ദേശീയ ഹരിത ട്രൈബ്യൂണൽ 2010 ദേശീയ ഹരിത ട്രൈബ്യൂണൽ 2010. ദേശീയ ഉപഭോക്തൃ തക്ക പരിഹാര കമ്മീഷൻ 1988. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ 2005. സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രിബ്യൂണൽ
1992. ദേശീയ ഹരിത ട്രൈബ്യൂണൽ 2010. ദേശീയ ഉപഭോക്തൃ പരിഹാര കമ്മീഷൻ 1988. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ 2005. സെക്യൂരിറ്റി അപ്പലേറ്റ് ട്രൈബ്യൂണൽ 1992. അടുത്തത് 2024 വയലാർ രാമവർമ്മ സ്മാരക സാഹിത്യ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? അശോകൻ ചരിവിൽ 2024 വയലാർ രാമവർമ്മ സ്മാരക സാഹിത്യ പുരസ്കാരം അശോകൻ ചരിവിലാണ് ലഭിച്ചത്. വയലാർ രാമവർമ്മ അശോകൻ ചരിവിൽ. വയലാർ രാമവർമ്മ 24 അശോകൻ ചരിവിൽ. അടുത്തത് 2024 ലോക ക്ലൈമറ്റ് ഉച്ചകോടി എവിടെയാണ്? ക്ലൈമറ്റ് ഉച്ചകോടി ബാക്കു. അടുത്തത് മനുഷ്യകോശങ്ങളിലെ ഗോൾജി വസ്തുക്കളുടെ പ്രാഥമിക പ്രവർത്തനം എന്താണ്? ആൻസർ പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷനും പ്രോട്ടീൻ പാക്കേജിങ്ങും. മനുഷ്യകോശങ്ങളിൽ ഗോൾജി കോംപ്ലക്സ് എന്നൊരു കോശാംഗം ഉണ്ടെന്നറിയാം. അതായത് പ്രോട്ടീൻ പാക്കേജിങ് മാത്രമേ, പ്രോട്ടീൻ സിന്തസിസ് നടത്തുന്ന റൈബോസോമുകൾ എന്ന ക്രോമസോംസ് ആണ്. ഇവിടെ പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷനും പ്രോട്ടീൻ്റെ പാക്കേജ് കൊടുക്കണം എന്ന് തീരുമാനിച്ചു വെക്കാം. ഗോൾജി കോംപ്ലക്സുകൾക്ക് തീരുമാനിച്ചു വെക്കാം. പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷനും പ്രോട്ടീൻ പാക്കേജിങ്ങും കോശങ്ങളിലെ ഗോൾജി കോംപ്ലക്സുകളുടെ പ്രാഥമിക പ്രവർത്തനം. അടുത്തത് വിറ്റമിൻ B1 തയാമിൻ കുറവുള്ള രോഗി താഴെ പറയുന്നവ പ്രകടിപ്പിക്കുന്നു. ആൻസർ ഓപ്ഷൻ ഡി എല്ലാം. അവർക്ക് ബെറിബറി എന്ന അസുഖമുണ്ട്. വെർണിക്ക കോർസാക്കോഫ് സിൻഡ്രോം, പെരിഫറൽ ന്യൂറോപ്പതിയും കാണിക്കുന്നു. വിറ്റമിൻ B1 കുറയുമ്പോഴുള്ള അസുഖങ്ങൾ. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ഏതു ജനുസിൽ പെടുന്നു? ലെൻറ്റി വൈറസ്. റെനോ വൈറസ്. ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ്, റെനോ വൈറസ്, ലെൻറ്റി വൈറസ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇന്ത്യയിൽ ആദ്യമായി COPD തടയുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും ലക്ഷ്യമിട്ടിട്ടുള്ള താഴെ പറയുന്ന പൊതുജനാരോഗ്യ പരിപാടികളിൽ ഏതാണ് കേരളം ആരംഭിച്ചത്? COPD ആരംഭിച്ചത്. ആൻസർ ശ്വാസ്. പുതിയ പദ്ധതി ശ്വാസ്. COPD ശ്വാസ്. താഴെ പറയുന്നവയിൽ ഏതാണ് ന്യൂറോ ഡീജനറേറ്റീവ് രോഗം അല്ലാത്തത് ഏതാണ്? ആൻസർ അഡിസൺസ് രോഗം. ബയോളജി നല്ല കട്ടി അല്ലേ, വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ഡീപ്പിൽ ചോദിച്ചിട്ടുണ്ട്. ന്യൂറോ ഡീജനറേറ്റീവ് രോഗം അല്ലാത്തത് ഏതാണ്? അഡിസൺസ് രോഗം അല്ലെ. അൾഷിമേഴ്സ് ന്യൂറോ രോഗമാണ്. ഹണ്ടിങ്സൺസ് രോഗം ന്യൂറോളജി, നെർവിനെ ബാധിക്കുന്ന, നാഡിയെ ബാധിക്കുന്നതാണ്. പാർക്കിൻസൺസ് രോഗം എല്ലാം മറവിയെ സംബന്ധിക്കുന്ന രോഗം അല്ലേ. അപ്പോൾ അത് ന്യൂറോ ആണത്. അപ്പോൾ ന്യൂറോ ഡീജനറേറ്റീവ് രോഗം അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ അഡിസൺസ് രോഗം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പശ്ചാത്തല വികിരണം ഉള്ള ജില്ലകൾ ഏതാണ്? ആൻസർ കൊല്ലം ജില്ല. അടുത്തത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പശ്ചാത്തല വികിരണം ഉള്ള ജില്ലകൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി കൊല്ലം ജില്ല. കേരളത്തിൽ നിന്ന് അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രൈമറി അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റിസ് എന്ന രോഗത്തിന് കാരണമാണ് താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ നെഗ്ലേറിയ ഫെലൗറി മെനിഞ്ചൈറ്റിസ് അല്ലേ. അമീബിക് മസ്തിഷ്ക ജ്വരം, അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റിസ്, നെഗ്ലേറിയ ഫെലൗറി. എൻഡെമിക് സ്റ്റോളൈറ്റിക്ക നമ്മൾ വയറുകടിക്ക് കാരണക്കാരൻ. 2024 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. 2024 എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. എൻ്റെ അവകാശമാണ് 2024 പ്രമേയം. ഭൂമിയെ ചുറ്റി വൃത്താകൃതിയുള്ള ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്ന ഒരു കൃത്രിമ ഉപഗ്രഹത്തെ പരിഗണിക്കുക. ഉപഗ്രഹത്തിൻ്റെ ചലനത്തെക്കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? ആൻസർ
വേഗത സ്ഥിരമാണ്, പക്ഷേ ത്വരണം വേരിയബിൾ ആണ്. വേഗത സ്ഥിരമാണ്, പക്ഷേ ത്വരണം വേരിയബിൾ ആണ്. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2ഉം 3ഉം ശരിയാണ്. തീവ്രത, ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തെക്കുറിച്ച് തീവ്രത സ്ഥിരമായിരിക്കുമ്പോൾ വികിരണത്തിൻ്റെ ആവൃത്തിയിലെ വർധനവ് ഫോട്ടോ ഇലക്ട്രോണുകളുടെ ഗതികോർജ്ജത്തിലെ വർധനവിന് കാരണമാകുന്നു. ആവൃത്തി സ്ഥിരമായിരിക്കുമ്പോൾ വികിരണത്തിൻ്റെ തീവ്രതയിലെ വർധനവ് കൂടുതൽ ഫോട്ടോ ഇലക്ട്രോണുകളുടെ പുറന്തള്ളലിന് കാരണമാകും. ഇവിടെ ഡീപ്പായിട്ടങ്ങ് സയൻസ് അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട്. ഒരു ടാപ്പിൻ്റെ അറ്റത്ത് സ്വതന്ത്രമായി തൂങ്ങിക്കിടക്കുന്ന ഒരു തുള്ളി വെള്ളം ഗോളാകൃതി പ്രാപിക്കുന്നത് ഡാഷ് കാരണമാണ്. ആൻസർ പ്രതലബലം കാരണമാണ്. പ്രതലബലം കാരണമാണ്. ഗോളാകൃതി പ്രാപിക്കുന്നത് പ്രതലബലം കാരണമാണ്. 2025 ജനുവരി 16 ബഹിരാകാശ ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കിയ 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. ഡാഷ് എന്ന പേരിലുള്ള ഒരു ദൗത്യത്തിൽ ISRO 2 ചെറിയ ബഹിരാകാശ പേടകങ്ങളെ ചേസർ, ടാർഗറ്റ് എന്നിവ വിജയകരമായി ബഹിരാകാശത്ത് ഡോക്ക് ചെയ്തു. ഈ വിടവുകളൊക്കെ ഒന്ന് പൂരിപ്പിക്കുക. ഇന്ത്യ മാറി ഡാഷ് എന്ന പേരിലുള്ള ഏത് പേരിലുള്ള അല്ലേ? ആൻസർ ഓപ്ഷൻ എ ആണ്, സ്പാഡെക്സ്. സ്പാഡെക്സ് ആണ് അതിൻ്റെ ആൻസർ വന്നത്. സ്പാഡെക്സ് എന്ന പേരിലുള്ള അല്ലേ, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. പഴയകാല ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് തൊട്ടും മുന്നേ 25 പഴയ ക്വസ്റ്റ്യൻസ് പഠിച്ചവർക്ക് അത് എഴുതാൻ പറ്റുമായിരുന്നു. തന്നിരിക്കുന്ന പ്രസ്താവന ഏതാണ് ശരി? ശരി പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി 1ഉം 3ഉം. നൈട്രജൻ തന്മാത്രയ്ക്ക് ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. നൈട്രജൻ തന്മാത്രയ്ക്ക് ഓക്സിജൻ തന്മാത്രയേക്കാൾ ചെറിയ ബോണ്ട് ലെങ്ത് ഉണ്ട്. ചെറിയ ബോണ്ട് ലെങ്ത് ഉണ്ട്. അയോണിക് ആരങ്ങൾ വർദ്ധിക്കുന്ന ക്രമത്തിൽ അയോണുകൾ ക്രമീകരിക്കുക. ആൻസർ ഓപ്ഷൻ ബി മഗ്നീഷ്യം 2+, Na+, FO2, എന്ന ക്രമീകരണം. മഗ്നീഷ്യം, സോഡിയം, അയൺ, ഓക്സിജൻ, നൈട്രജൻ. ആമാശയം സ്രവിക്കുന്ന ഗ്യാസ്ട്രിക് ജ്യൂസിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ആൻസർ ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആമാശയത്തിലുള്ള ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ചന്ദ്രയാൻ 3 പ്രഗ്യാൻ റോവർ ചന്ദ്രോപരിതലത്തിൽ ഏത് മൂലകത്തിൻ്റെ സാന്നിധ്യമാണ് സ്ഥിരീകരിച്ചത്? സൾഫറിൻ്റെ സാന്നിധ്യം. ചന്ദ്രയാൻ 3 പ്രഗ്യാൻ റോവർ സൾഫർ എന്ന മൂലകത്തിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. പ്രഗ്യാൻ റോവർ സൾഫർ മൂലകം. പ്രഗ്യാൻ സൾഫർ മൂലകം. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാരതീയ സാഹിത്യ ശില്പികൾ എന്ന ജീവചരിത്ര പരമ്പരയിൽ പുറത്തുവന്ന മലയാള സാഹിത്യ പ്രതിഭകളുടെ ജീവചരിത്രകാരന്മാരെ പരിഗണിക്കുമ്പോൾ ചുവടെ പ്രസ്താവിക്കുന്ന ജോഡികളിൽ ചേരാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഇളംകുളം കുഞ്ഞൻപിള്ള, പത്മകുമാരി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മധ്യേഷ്യയിലും മംഗോളിയയിലും കണ്ടുവരുന്ന സൂദ് എന്ന കാലാവസ്ഥ പ്രതിഭാസത്തെ അടിസ്ഥാനപ്പെടുത്തി ചുവടെ പരാമർശിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായ ഉത്തര ശ്രേണി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഓക്കെ, ആൻസർ ഓപ്ഷൻ ഡി സൂദ്, കറുത്ത സൂദ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ചുവടെ കൊടുത്തിരിക്കുന്ന പരമ്പരാഗത കലകളുടെ സവിശേഷത അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഏത് രാജ്യത്തായിരുന്നു ഇന്ദ്രൻ എന്ന ദേവന്റെ പ്രീതിക്കായി പന്തൻ എന്ന ചെടിയുടെ തണ്ട് ഉപയോഗിച്ചുകൊണ്ട് പന്തൻ യുദ്ധം അഥവാ പെരാങ് പന്തൻ എന്ന പരമ്പരാഗത ഏറ്റുമുട്ടൽ ആചാരരീതി അരങ്ങേറിയിരുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഇന്തോനേഷ്യ. ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് പരീക്ഷയുടെ ട്രെൻഡ് ഒന്ന് മാറ്റി എന്നതാണ് നമുക്ക് തോന്നാം. നെക്സ്റ്റ്, റഷ്യൻ സാഹിത്യകാരനായ ദസ്തോവ്സ്കിയുടെ പ്രസിദ്ധ നോവലായ കുറ്റവും ശിക്ഷയും, ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയവരെ പരിഗണിക്കുമ്പോൾ ശരിയായ ഉത്തരം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി എല്ലാവരും ശരിയാണ്. കുറ്റവും ശിക്ഷയും
അല്ല പരിഭാഷപ്പെടുത്തിയത് ആരൊക്കെയും ചോദിച്ചാൽ ഇടപ്പള്ളി കരുണാകര മേനോൻ, വേണു വി ദേശം, KP ബാലചന്ദ്രൻ, ഡോക്ടർ KP ശശിധരൻ ഇവരെല്ലാം പരിഭാഷപ്പെടുത്തിയവരാണ്. കുറ്റവും ശിക്ഷയും. ഓക്കെ. ഇന്ത്യൻ MMA മിക്സഡ് മാർഷൽ ആർട്ട് കായിക താരം പൂജ തൊമർ എന്നറിയപ്പെടുന്ന വിളിപ്പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ദി സൈക്ലോൺ. ഇന്ത്യൻ മിക്സഡ് മാർഷൽ ആർട്ട് കായിക താരം പൂജ തൊമർ അറിയപ്പെടുന്ന അറിയപ്പെടുന്ന വിളിപ്പേരാണ് ദി സൈക്ലോൺ. പൂജ തൊമർ ദി സൈക്ലോൺ. കേരളത്തിലെ സ്പോർട്സുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി 2 1 2 ശരിയാണ് അല്ലേ? സ്പോർട്സ് നോക്കാം. കേരളത്തിലെ നീന്തൽ ക്ലബ്ബ്, ആദ്യത്തെ നീന്തൽ ക്ലബ്ബ് വിശേഷണമുള്ള ഡോൾഫിൻ ക്ലബ്ബ് തിരുവനന്തപുരത്തിന് സമീപം പിരപ്പൻകോട് സ്ഥാപിക്കുന്നത് മുൻകൈ എടുത്തത് N പരമേശ്വരൻ നായരാണ്. ഡോൾഫിൻ ക്ലബ്ബ് ആദ്യത്തെ നീന്തൽ ക്ലബ്ബാണ് ഡോൾഫിൻ ക്ലബ്ബ്. മലപ്പുറം ജില്ലയിലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സെവൻസ് ഫുട്ബോൾ മാച്ചുകൾ നടക്കുന്നുണ്ട്. നെക്സ്റ്റ് പ്രസ്താവന നോക്കാം. താഴെ പറയുന്നവയിൽ ഏത് പ്രോഗ്രാമിലെ ഒരു നിർദ്ദേശമല്ല? 60ന്റെ ആൻസർ ഓപ്ഷൻ സി ഡീബഗിംഗ് ഇൻസ്ട്രക്ഷൻ. OSI മോഡലിൽ ഹബ് പ്രവർത്തിക്കുന്ന ലെയർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഫിസിക്കൽ ലെയർ. നെക്സ്റ്റ്, വെബ് ബ്രൗസറിൻ്റെ പ്രധാന പ്രവർത്തനം എന്താണ്? ആൻസർ ഓപ്ഷൻ സി വെബ് പേജുകൾ റിട്രീവ് ചെയ്ത് പ്രദർശിപ്പിക്കുക. അടുത്തത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപകരണങ്ങൾക്കായി ലിനക്സ് അധിഷ്ഠിത ഓപ്പറേറ്റിംഗ് സിസ്റ്റം അടുത്ത കാലത്ത് വിളംബരം ചെയ്ത കമ്പനി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഗൂഗിൾ. TOB ഇൻഡെക്സ് പ്രകാരം 2024 ഏറ്റവും പ്രശസ്തമായ പ്രോഗ്രാമിനുള്ള ഭാഷ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ പൈത്തൺ ഭാഷ. ഇപ്പോൾ എല്ലാവരുടെയും പൈത്തണാണ്. 2005 വിവരാവകാശ നിയമപ്രകാരം പൊതുപ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാത്തതും ആരുടെയെങ്കിലും സ്വകാര്യതയിലേക്ക് കടന്നുകയറ്റം നടത്തുന്നതുമായ വ്യക്തിഗത വിവരങ്ങൾ പങ്കിടാൻ പാടില്ല. ഒരു കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ അപ്പീൽ അതോറിറ്റിയോ കൂടുതൽ പൊതുതാൽപര്യമുള്ളതിനാൽ വെളിപ്പെടുത്തലിനെ ന്യായീകരിക്കുന്നുവെന്ന് കണ്ടെത്തില്ലെങ്കിൽ ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ എന്നുള്ള ചോദ്യം അല്ലേ? 65ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഇത് ശരിയാണ്. ഓക്കെ. നെക്സ്റ്റ് വൺ, 2021 ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾ പ്രകാരം ഇവിടെ ഏതൊക്കെ ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. നെക്സ്റ്റ്, 2014 വികലാംഗരുടെ അവകാശ നിയമപ്രകാരം വികലാംഗൻ എന്നാൽ ദീർഘകാല ഡാഷ് വൈകല്യമുള്ള വ്യക്തിയാണ് അർത്ഥമാക്കുന്നത്. തടസ്സങ്ങളുമായുള്ള ഇടപെടൽ മറ്റുള്ളവരുമായി തുല്യമായി സമൂഹത്തിൽ പൂർണ്ണവും ഫലപ്രദവുമായ പങ്കാളിത്തത്തെ തടസ്സപ്പെടുത്തുന്നു. ആൻസർ ഓപ്ഷൻ ഡി. മുകളിൽ പറഞ്ഞവയെല്ലാം അവരുടെ നിയമത്തിൽ പെടുന്നവയാണ്. 2013 ജോലിസ്ഥലത്ത് സ്ത്രീകൾക്കെതിരായ ലൈംഗിക പീഡനം നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഒരു ജോലിസ്ഥലത്തെ ഒരു തൊഴിലുടമ ഒരു ആന്തരിക കമ്മിറ്റി സ്ഥാപിക്കുന്നതിൽ പരാജയപ്പെടുകയോ ഈ നിയമത്തിലെയോ അതിലെ നിയമങ്ങളിലെയോ ഏതെങ്കിലും വ്യവസ്ഥകൾ ലംഘിക്കുകയോ ചെയ്താൽ അയാൾക്ക് ഡാഷ് രൂപ വരെ പിഴ ചുമത്തപ്പെടാം. ആൻസർ ഓപ്ഷൻ സി ആണ്. മേൽപ്പറഞ്ഞ ഒന്നും തന്നെ ഇതിനകത്ത് ബാധകമല്ല. ഓക്കെ. ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൻ്റെ അടിസ്ഥാനത്തിലാണ് 1985 അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് ആക്ട് നടപ്പിലാക്കിയത്? ആൻസർ 323A. ഓക്കെ. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആക്ട് 323A. അടുത്ത 2024 ലോക ബൗദ്ധിക സ്വത്തവകാശ സംഘടനയുടെ WIPO പ്രമേയം എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. IPയും സുസ്ഥിര വികസന ലക്ഷ്യങ്ങളും നവീകരണവും സന്മാർഗികതയും ഉപയോഗിച്ച് നമ്മുടെ പൊതുഭാവി കെട്ടിപ്പടുക്കുക. അടുത്തത്, ഒരാൾ ജോലി സ്ഥലത്തേക്ക് സൈക്കിളിൽ മണിക്കൂറിൽ മാത്സ് ആണ് 71. അതിൻ്റെ ആൻസർ
ഓപ്ഷൻ സി ആണ്. 72 ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. എന്തായാലും നിങ്ങൾ മറ്റ് ഇതൊക്കെ കണക്ക് പഠിക്കും തീർച്ചയായിട്ടും, അതെനിക്കറിയാം. 73ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 74ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്തത് ഇങ്ങനെ കണക്ക് പഠിക്കരുതെന്നുകൊണ്ടാണ് പറയുന്നത്, ചെയ്ത് തന്നെ അങ്ങനെ ക്ലാസ്സുകൾ കണ്ടുപഠിച്ചോളൂ ഉറപ്പായിട്ടും. 310 സെൻറ്റിമീറ്റർ 75ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 76ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 77ൻ്റെ ആൻസർ കണക്ക് സിമ്പിൾ ആണെന്ന് തോന്നുന്നു. 77ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 78ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 79ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. എഴുതിയവരുണ്ടെങ്കിൽ മാത്സ് എളുപ്പമായിരുന്നു എനിക്ക് തോന്നുന്നു, ഒന്ന് കമൻറ്റ് ചെയ്യാം. 80ൻ്റെ ആൻസർ എന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ഇംഗ്ലീഷ് നോക്കാം. A person who helps others, especially through charitable work or donations of money. ഒറ്റ വാക്ക് എഴുതാൻ. A person who helps others, especially through charitable work or donations of money. Answer option B ആണ്. Philanthropist. From which language does the word democracy come? Answer democracy വന്നത് Greek word. At the correct question tag. ആൻസർ ഏതാണ്? ക്വസ്റ്റ്യൻ കറക്റ്റ്. പ്ലീസ് ലെൻഡ് യുവർ ബുക്ക്, വിൽ യു? പ്ലീസ് ലെൻഡ് യുവർ ബുക്ക്, വിൽ യു? പ്ലീസ് ലെൻഡ് യുവർ ബുക്ക്, വിൽ യു? അടുത്തത് ഹാഡ് ഐ നോട്ട് സീൻ ദിസ് വിത്ത് മൈ ഓൺ ഐസ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഐ വുഡ് നോട്ട് ഹാവ് ബിലീവ്ഡ്. ഹസാർഡസ് മീൻസ് ഡേഞ്ചറസ്. The correct word for trending to change. Answer option B, challengeable. Neither food nor water dash to be found there. Answer was. Select the correct sentence. Answer you need not do it. Next one, which is the word that means based on what seems to be so without further or deeper investigation. Based on what seems to be without further or deeper investigation. അതിൻ്റെ മീൻസ് എന്താണ് അല്ലേ? അഡ്ഹോക്കാണ് എക്സ്ക്രിഫിഷ്യ. ആൻസർ ഓപ്ഷൻ സി പ്രൈമാ ഫെസിയെ എന്നാണ്. ബേസ്ഡ് ഓൺ വാട്ട് സീംസ്, പ്രൈമാ ഫെസിയെ. നെക്സ്റ്റ് വൺ, ട്രാൻസ്ഫോം ദ ഗിവൺ സെൻറ്റൻസ് വിത്തൗട്ട് എനി ചേഞ്ച് ഓഫ് മീനിങ്. ഓ ദാറ്റ് ഐ വർ യങ്. ഇല്ല, അതിൻ്റെ മീനിങ് എഴുതുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഐ വിഷ് ദാറ്റ് ഐ വർ യങ് അഗെയിൻ. നെക്സ്റ്റ് വൺ, ലേഖകൻ എന്ന പദത്തിന് എതിർലിംഗം ഏതാണ്? ലേഖകൻ എന്ന പദത്തിന് എതിർലിംഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ലേഖിക. ദൃഢം എന്ന വാക്കിന് വിപരീതമായി വരുന്ന പദം ഏതാണ്? ദൃഢം, ശിഥിലം. താഴെ ഇറങ്ങി എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? താഴെ പ്ലസ് ഇറങ്ങി. ഭീമന്റെ പുത്രി ഒറ്റപ്പദം, ഭൈമി. നവം എന്ന പദത്തിന് നാനാർത്ഥമായി വരുന്ന ജോഡി ഏതാണ്? പുതിയത്, 9. ആദരാലെങ്കിലും കോരി വിളമ്പിയാൽ സാധില്ല എന്നു വരവും ഇത് നിർണയം. ആൻസർ ഓപ്ഷൻ സി ആണ്. കുഞ്ഞൻ നമ്പ്യാരുടെ വരികൾ. മുഖം എന്ന പദത്തിന് പര്യായമായി വരുന്ന പദം കണ്ടെത്തുക. മുഖം, ഹാസ്യം. ഹൃദയതാളം വിഗ്രഹിച്ചെഴുതുക. ഹൃദയത്തിൻ്റെ താളം, ഓപ്ഷൻ എ ഹൃദയത്തിൻ്റെ താളം. അക്കാലം സന്ധി നിർണയിക്കുക. ദ്വിത്വസന്ധി, അക്കാലം, ഇക്കായിരട്ടിച്ചു അല്ലേ? ശരിയായ പദം ഏതാണ്? ശരിയായ പദം ഓപ്ഷൻ എ അനുഗ്രഹീതൻ ആണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിരുന്നു, എഴുതിയവർ ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിരുന്നോ ടഫായിരുന്നോ എന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് മാത്സ് സിമ്പിൾ ആണെന്ന് തോന്നുന്നു, ബാക്കി വളരെ കുറച്ച് കട്ടി. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ.